സൗമ്യ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവരുന്നല്ലേ? ഡോക്ടർ എന്നിട്ട് എന്താ പറഞ്ഞേ? ചെറിയ പനിയാണ്, ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് 4 മരുന്ന് എഴുതി തന്നു കാണുമല്ലേ? എനിക്കറിയാടി, അതിൽ കൂടുതൽ ഒന്നും കാണില്ല. സൗമ്യ, നീ അകത്ത് പോയി കിടന്നു ചെല്ല്. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? ചെറിയ പനിയോ? അതിൽ കൂടുതൽ മറ്റൊന്നും ഇല്ലേ? ആ, ചിലപ്പോ മലേറിയോ ചിക്കൻ കുനിയൊക്കെ ആയിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഭർത്താവിന്റെ മേൽ കൈ വെക്കാൻ പാടില്ലാത്തത് കൊണ്ടാ നിന്നെ ഒന്നും ചെയ്യാത്തത്. അല്ലെങ്കിൽ നീ എന്നെ കർണത്തടിക്കുമായിരുന്നോ? ഉറപ്പായിട്ടും അടിച്ചേനെ. എന്താടി നീ എന്താ ഓവറായിട്ട് സംസാരിക്കുന്നേ? കയ്യിൽ 5 പൈസ ഇല്ലെന്ന് കരുതി എന്റെ മുതുകത്തേക്ക് കയറുവാ? ഭർത്താവിന് ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വീട് എങ്ങനെ മുന്നോട്ട് പോകും? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിന് പരിഹാരം എങ്ങനെയാ ഉണ്ടാവുന്നേ? തന്നെ പോലുള്ള മുഴുകുടിയന്മാരുള്ള ഓരോ വീട്ടിലും ആ വീടിന്റെ പ്രശ്നങ്ങളായിരിക്കും ആ വീടിന്റെ അഡ്രസ്. അവിടുത്തെ കുട്ടികളുടെ ജീവിതം നശിച്ചില്ലാതാകും. കള്ളിനേക്കാൾ പ്രധാനപ്പെട്ടതാ കുട്ടികളുടെ ജീവിതം. മരിക്കുന്നവരെ നീ ഇങ്ങനെ തന്നെ ആയിരിക്കോ? കുടിച്ചോണ്ടിരിക്കോ? കുഴി നിർത്താൻ ബുദ്ധിമുട്ടാ. വെള്ളം അടിക്കാൻ എത്ര എളുപ്പമാണെന്നറിയോ? പക്ഷെ അത് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടാടി. നിന്റെ കുട്ടിയുടെ ഹൃദയത്തിനൊരു പ്രശ്നമുണ്ട്. ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അത് മരിച്ചു പോവും. ഓപ്പറേഷൻ ചെയ്യാൻ 5 ലക്ഷം രൂപ ചെലവ് വരും. എന്താണെന്ന് വെച്ചാ ചെയ്. 2 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ ഉണ്ടാക്കി നിന്റെ കുട്ടിയെ രക്ഷിക്കാൻ നോക്ക്. അത്രയും പൈസ ഞാൻ എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാനാ? കുറച്ചു കാലം മരുന്ന് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോവാം. കുറഞ്ഞില്ലെങ്കിൽ അത് കഴിഞ്ഞ് നീ അവളെ ഉപേക്ഷിക്കോ? പറ. പണ്ടൊരിക്കല് കുടിക്കാൻ വേണ്ടി എന്റെ മകളെ റോഡിൽ ഒറ്റയ്ക്കിരുത്തി ഹൃദയത്തിന് പ്രശ്നമുണ്ടെന്ന് കള്ളം പറഞ്ഞില്ലേ? അതിപ്പോ സത്യമായി. അപ്പൊ ഒരിക്കൽ കൂടെ അങ്ങനെ ട്രൈ ചെയ്യണമെന്നാണോ? പൈസ തുലഞ്ഞു വരും. ഇനി നീ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാ പല്ലു താഴെ പോവും, അത്രയല്ലേ ഉള്ളൂ. കഴിവില്ലാത്തവന്റെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാളും കഴിവുള്ളവന്റെ ഭാര്യയായി ജീവിക്കുന്നത് നല്ലതാണെന്നാ പറയാറ്. എന്റെ തലവരെ ഇങ്ങനെയായിപ്പോയി. എന്നെ ഞാൻ ഉപേക്ഷിച്ച് വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാണോ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നല്ലോ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്തിനാ? ചേച്ചി എന്തു പറ്റി? സൗമ്യയുടെ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? തലവേദനയോ പനിയോ ഒന്നും അല്ല അവനി. സൗമ്യക്ക് ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികൾക്ക് നല്ല കേടുപാടുകളുണ്ട്. ഉടനെ സർജറി ചെയ്തില്ലെങ്കിൽ കുട്ടിയുടെ ജീവിതം അപകടത്തിലാവും. എല്ലാം കൂടെ ചേർത്ത് ഒരു 5 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരും. അയ്യായിരം 10,000 ഉണ്ടാക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടണം. ഇപ്പോ 5 ലക്ഷം ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ? നിന്റെ അളിയനോട് കാര്യം പറഞ്ഞപ്പോ മരുന്ന് കൊടുത്ത് കുറച്ചു കാലം നോക്കാന്നും ഇല്ലെങ്കിൽ സൗമ്യ റോഡിൽ കൊണ്ടിരുത്തി ഭിക്ഷ തണ്ടാന്നൊക്കെ എന്നോട് പറയുന്നേ. ബോധമില്ലാത്ത ഭർത്താവ്, ബാധ്യതയില്ലാത്ത അച്ഛൻ, ഇതിൽ കൂടുതൽ ഞാൻ അയാൾ എന്ത് പറയാനാ?
സൗമ്യ ഒന്ന് രക്ഷിക്കാനായിട്ട് ശരിക്കും എന്റെ മുമ്പിൽ ഞാൻ ഒരു വഴിയും കാണുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുഹൃത്തുക്കൾ ഇങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്ന എന്തിനാ? നോക്കാം. നിന്റെ അടുത്ത് വന്ന് എന്റെ സങ്കടം പറയാൻ പറ്റുമെന്നല്ലാതെ ഇത്രയും വലിയൊരു ഭാരം നിന്നെ ഏൽപ്പിക്കാൻ വയ്യ. ഭാരമോ? എന്തായിരിക്കും? ശൂന്യതയിൽ നിന്ന് 5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാവും? ആരെടുത്ത് തരാനാ? ആ ദൈവത്തിന് നമ്മളോട് ഒട്ടും ദയയില്ലാതായി പോയല്ലോ. നിങ്ങൾ വെറുതെ വിഷമിക്കരുത്. എങ്ങനെയെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. 5 ലക്ഷം രൂപ ഞാൻ അറേഞ്ച് ചെയ്തോളാം ചേച്ചി. അവൾ 5 ലക്ഷം ചോദിക്കുന്നു, ഇവൾ 5 ലക്ഷം അറേഞ്ച് ചെയ്യാന്ന് പറയുന്നു. ഈ കോൺസെപ്റ്റ് എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞാനൊരു പരിഹാരം കണ്ടെത്തിക്കൊള്ളാം. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവനെ? ശ്രീകരേട്ടനോട് ചോദിച്ചു നോക്കാം. അദ്ദേഹം എത്രയോ പ്രാവശ്യം എന്തെങ്കിലും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കായിരുന്നു അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഈ സമയത്ത് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ സൗമ്യ അപകടത്തിലാവില്ലേ? പിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുകയാണോ? അത്ര വലിയൊരു തുക ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ വേറെ വഴിയില്ലല്ലോ. നിങ്ങളൊന്നും ആലോചിക്കാതെ വീട്ടിലേക്ക് ചെല്ല, കേട്ടില്ലേ? ഈ കാര്യം ഒരു കാരണവശാലും നിഹാരിക്ക് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കണം. സുജാതയ്ക്ക് 5 ലക്ഷം കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തതല്ലേ അവന്? നിനക്കുള്ള പണി എങ്ങനെയാണെന്ന് ഇനി നീ കണ്ടു. കോഫി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇദ്ദേഹം എവിടെ പോയി? ഏട്ടാ, ഹാളിലേക്ക് പോയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ ഒരു കള്ളനാവാൻ ചില്ലറ ധൈര്യമൊന്നും പോരല്ലോ എന്റെ ദൈവമേ. എന്റെ അമ്മോ.
അവനി, ആ സുജാതയ്ക്ക് 5 ലക്ഷം കൊടുക്കാന്നുള്ള വിശ്വാസം നീ കൊടുത്തല്ലേ? ആ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിനക്കുള്ള പണി ഇപ്പൊ അങ്ങ് തരാൻ പോകുക. കൃഷിക്കാര് തന്ന 10 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ഭദ്രമായിട്ട് ഒളിപ്പിച്ചു വെക്കും. സമയാകുമ്പോ നിന്നെ എങ്ങനെ പെടുത്തോന്ന് കണ്ടു. ശ്രീകരനെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടുത്തെ മരുമകളാവും. അധികാരം മുഴുവനും ഞാൻ എന്റെ അധീനതയിലേക്ക് കൊണ്ടുവന്ന് ചക്രം തിരിക്കും. ശ്രീകരേട്ടൻ വന്നാലുടനെ സൗമ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞ് 5 ലക്ഷം നിന്ന് സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. 5 ലക്ഷം രൂപ ശ്രീകരന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് സുജാതയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആവിനെ മെന്റലി ഫിക്സ് ആയിട്ട് നിൽക്കുക. ശ്രീകർ അവളെ സഹായിക്കാതിരിക്കാൻ വേണ്ടത് ചെയ്യണം. ശ്രീകർ എത്തിയെന്ന് തോന്നുന്നു. ഹായ് ഏട്ടാ. കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. കോഫി? ഇപ്പൊ ഒന്നും വേണ്ട. ഹായ് ഏട്ടാ. കുടിക്കാൻ വെള്ളം വേണോ? വേണ്ട. കോഫി? ഇപ്പൊ ഒന്നും വേണ്ട. കോഫി വേണ്ടാഞ്ഞിട്ടാണോ? ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ കോഫി കുടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? നീ എന്ത് വിചാരിച്ചാലും ഓക്കെ. എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന? അങ്ങനെയൊന്നുമില്ല. ശ്രീകരേട്ടൻ എപ്പോഴാ ഓഫീസിൽ നിന്ന് വരികയെന്ന് കരുതി ഞാൻ ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു. ഏട്ടനാണെങ്കി എന്നെ കണ്ട ടച്ച് മീ നോട്ട് പോലെയാ. ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കോളോ? ശ്രീകരേട്ടാ, ശ്രീകരേട്ടന്റെ കൂടെ ഷോപ്പിങ്ങിന് പോവാനാ ഞാൻ കാത്തിരുന്നേ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ശ്രീകരേട്ടന്റെ ടയർഡ്നെസ് ഒക്കെ പുറത്തേക്ക് പോയാൽ മാറിക്കോളൂ. പറഞ്ഞ മനസ്സിലാവില്ലേ? അമ്മേ, അമ്മേ. അമ്മയൊക്കെ ഇപ്പൊ എന്തിനാ വിളിക്കുന്നേ? ഏത് സ്വിച്ചിട്ടാൽ എവിടെയുള്ള ബൾബ് കത്തുവെന്ന് നിഹാരികയ്ക്ക് വളരെ നന്നായിട്ടറിയാം. എന്താ മോളെ? അമ്മയുടെ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്തു പറ്റി മോളെ? എപ്പോ ചോദിച്ചാലും എന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നേ ഇല്ല. വാക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുക. കല്യാണത്തിന് മുമ്പേ സിനിമയ്ക്കും പാർക്കിലും ഒക്കെ പോകുന്ന ഒരു ജനറേഷനാണിത്. ഷോപ്പിങ്ങിന് പോവാന്ന് പറഞ്ഞിട്ട് ഇവൻ നാണം കുണുങ്ങി നിൽക്കുക. ഇതിനു മുമ്പ് ആവനി ചോദിച്ചപ്പോ മാറത്തൊരു വാക്കും പറയാതെ കൊണ്ടുപോയവനാ. കല്യാണം കഴിക്കേണ്ട പെൺകുട്ടി ചോദിക്കുമ്പോ നോ എന്ന് പറയുന്നു. ഇതൊക്കെ ശരിയാണോ എന്തോ? എനിക്കെന്തായാലും അതിനുള്ള ഭാഗ്യമില്ലാതായി പോയി. കുറഞ്ഞത് നിഹാരിക്കെങ്കിലും ആ ഭാഗ്യം കിട്ടട്ടെ ഏട്ടാ. നമ്മളൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മ തന്നെ പറയണം. കൊണ്ടുപോടെ ശ്രീകർ. അമ്മേ, ഞാനിപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. ശരിക്കും നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് കൂടെ ഇല്ല. അതൊന്നും കുഴപ്പമില്ല എന്റെ ശ്രീകരേട്ടാ. നമുക്കങ്ങ് പോവാം. ഓക്കെ അല്ലേ? നിഹാരികയെ വിഷമിപ്പിക്കരുത്. നീ കളിപ്പിച്ചതൊക്കെ മതി. കൊണ്ടുപോളെ. എല്ലാ കാര്യത്തിലും മുഖത്തിങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ച് നിൽക്കരുത്. ഭാര്യ ചോദിച്ച ഉടനെ യെസ് പറയണം. അവൾക്കൊരു കംപ്ലൈന്റ് ഉണ്ടാകാൻ ഇടവരുത്തരുത്.
നിഹാരിക കുറച്ചു ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നീ തന്നെയല്ലേ? എന്നിട്ട് അവളെ അകറ്റി നിർത്തിയാൽ എങ്ങനെയാ? വീട്ടിലെ ഒരു രീതി അവളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ കറങ്ങാൻ വിടാനൊന്നും അല്ലല്ലോ ആന്റി. കാണുന്നവരൊക്കെ പല വിധത്തിൽ പറയില്ലേ. അത് നിശ്ചയം കഴിഞ്ഞതല്ലേ മോളെ? അതൊരു ന്യായീകരണം മാത്രമല്ലേ, ശരിയാവില്ലല്ലോ അങ്കിൾ. ഇതിലെന്ത് ന്യായീകരിക്കേണ്ട മോളെ? ശ്രീകർ സാറിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പാടില്ലല്ലോ ആന്റി. സ്നേഹം കൂടണമെങ്കിൽ ഒരുമിച്ചൊക്കെ നടക്കണ്ടേ മോളെ? ഞാൻ ചോദിച്ചത് ഒരു ചെറിയ ആഗ്രഹം. അതിന് ഈ മീറ്റിംഗിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീകർ, നീ ഇനി ഒന്നും പറയണ്ട. നിഹാരികയെ നീ ഷോപ്പിങ്ങിന് കൊണ്ടുപോകും. ശ്രീകറും നിഹാരികയും മേഡ് ഫോർ ഈച്ച് അതർ അല്ലേ ചേച്ചി? കണ്ടാലറിയില്ലേ? ശ്രീകരേട്ടാ, പറഞ്ഞോ. ഏട്ടന്റെ കൂടെ ഇങ്ങനെ ഔട്ടിങ്ങിന് വന്നപ്പോ എനിക്ക് ഒരുപാട് സന്തോഷായി. താങ്ക്സ് ശ്രീകരേട്ടാ. ഇറ്റ്സ് ഓക്കെ. സൗമ്യയുടെ കാര്യം ശ്രീകരേട്ടന് വേണ്ടി സംസാരിക്കാന്ന് വെച്ചപ്പോ നിഹാരിക വന്ന് അദ്ദേഹത്തെ നിർബന്ധിച്ച് ഇവിടുന്ന് കൊണ്ടുപോയി. ഫോൺ ചെയ്ത് പറയാന്ന് വെച്ചാ അദ്ദേഹത്തിന്റെ കൂടെ നിഹാരിക ഉണ്ടോ? ഇനി എന്തേ? ശ്രീകരനെ കണ്ടപ്പോ തന്നെ ആവനിയിലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പൈസയുടെ ബുദ്ധിമുട്ട് തീരുമെന്ന സന്തോഷമായിരിക്കും. ഞാനിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പാവം വട്ടുപിടിച്ച് നടക്കുമായിരിക്കും. ശ്രീകരേട്ടാ, എന്തെങ്കിലുമൊക്കെ പറയുന്നേ. എന്തിനാ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നേ? എന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാ. എന്റെ മൈൻഡ് പെട്ടെന്ന് മൂഡ് ഓഫ് ആയി പോകും. എനി റീസൺസ്? എനിക്ക് പേഴ്സണൽ റീസൺസ് ഉണ്ടാവും. നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്. നീ ഞാനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടാക്കരുത്. നമ്മളെന്ന് പറഞ്ഞ് പഠിക്കണം. അങ്ങനെ എന്റെ ആവനിയോടല്ലാതെ നിന്നോട് ഞാൻ ഒരിക്കലും പറയില്ല. ശ്രീകരേട്ടാ, കാറൊന്ന് നിർത്തൂ. എന്തിനാ? നിർത്ത, ഞാൻ പറയാം. എനിക്ക് ഐസ്ക്രീം വാങ്ങി തരാമോ? ഷോപ്പിങ്ങിന് പോവാന്നല്ലേ പറഞ്ഞേ? ഷോപ്പ് ഇപ്പൊ ക്ലോസ് ചെയ്യില്ലേ? അതിനിപ്പോ എന്താ? ഷോപ്പിംഗ് വേണമെങ്കിൽ നാളെ ചെയ്യാലോ. അത്രയല്ലേ ഉള്ളൂ. ഒരു ഐസ്ക്രീം വാങ്ങിത്താ പ്ലീസ്. ഞാൻ ഫോൺ ചെയ്താ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മാനേജ് ചെയ്തോളാം. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. വിളിച്ചു നോക്കാം. ഇറങ്ങ് പ്ലീസ്, ഇറങ്ങ്. ഐസ്ക്രീം.
ശ്രീകരേട്ടൻ കുറച്ച് കഴിച്ചിട്ടതാ. എനിക്ക് വേണ്ട. പ്ലീസ്. ഐസ്ക്രീം ഒന്നും എനിക്കിഷ്ടമല്ല. പെട്ടെന്ന് കോൾഡ് എഫക്റ്റ് വരും. ഒരു ചെറിയ ബൈറ്റ് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇത് കഴിക്ക്. വേണ്ട. താങ്ക് യു. വാവ്, ഏട്ടൻ ഇത് കഴിച്ചത് കൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അദ്ദേഹം താലി കെട്ടിയ ഭാര്യ ഞാൻ. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഒരുമിച്ചൊന്ന് പുറത്തു പോകാൻ പോലും കഴിയുന്നില്ല. എന്റെ തലയില് എന്തിനാ ഇങ്ങനെ ഒരു വര വരച്ചത് ദൈവമേ?